ശേഷം എനിക്ക് ഏറ്റവും മടുപ്പ് തോന്നിയത് ഈ റൂമിൽ ഇങ്ങനെ വെറുതെ ഇരിക്കലാണ് ഗൈസ്. അങ്ങനെ മടുത്തപ്പോൾ നമ്മൾ അടുത്തുള്ള മാളിൽ പോകാൻ തീരുമാനിച്ചു. എല്ലാവരും വർക്കിന് പോയി കഴിഞ്ഞാൽ ഞാനും സാവിയും മാത്രമാണല്ലോ റൂമിൽ. പക്ഷെ ഇന്ന് ടിങ്കുവും കൂടി ഉണ്ടായിരുന്നു. പിന്നെ ഈ കോർമംഗല നെക്സസ് മാൾ നമുക്ക് അടുത്താണ്, അതുകൊണ്ട് നമ്മൾ നടന്നിട്ടാണ് പോയത്. പ്രത്യേകിച്ച് എന്തെങ്കിലും സാധനം വാങ്ങാനോ അങ്ങനെ ഒന്നുമല്ല, വെറുതെ പോയതാണ്. പിന്നെ മൂവിക്ക് ടിക്കറ്റ് എടുത്താലോ എന്ന് വിചാരിച്ചു, പക്ഷെ 10 മണിക്കാണ് മൂവി. അപ്പൊ അത്ര ലേറ്റ് ആവേണ്ട വെച്ചിട്ട് അത് നമ്മൾ ക്യാൻസൽ ചെയ്തു. സാവി ബേബി അവിടെ മൊത്തം നടന്ന് എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ അവന്റെ കുപ്പിയും വെള്ളം പിടിച്ചിട്ട് ബാക്കിലും. അവൻ എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് കിട്ടിക്കോട്ടെ വെച്ചിട്ട് ഞങ്ങൾ നേരെ പ്ലേ ഏരിയയിലേക്ക് പോയി. ആടെയാണെങ്കിലോ മൊത്തം വലിയവർക്ക് കളിക്കുന്ന സാധനം, ആകെ ഈ ഒരു മെല്ലനം ചലിക്കുന്ന കുതിര മാത്രം ഉണ്ടായിരുന്നു. അങ്ങനെ അതിന്റെ മുകളിൽ അവനെ കുറച്ച് സമയം കയറ്റിയിരുത്തി. ബാക്കിയെല്ലാം ഈ ചെറിയ പിള്ളേർക്ക് കളിക്കേണ്ട സാധനം അല്ലേനും. കുറച്ച് സമയം ആടിയിരുന്ന് നമ്മൾ പിന്നെ നേരെ പലൂതയിലേക്ക് പോയി. ഇത് മടിവാള മാരുതി നഗറിലാണ് ഈ ഒരു പലൂത വരുന്നത്. സാവി കുറേ നേരമായിട്ട് കേക്ക് വേണം എന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവന് കേക്ക് വാങ്ങിക്കും. ഈ വീഡിയോ ഇപ്പൊ എഡിറ്റ് ആക്കാൻ ഇരിക്കുമ്പോൾ ഞാൻ കാണുന്നത് ബാക്കിൽ ചേട്ടൻ എന്റെ വീഡിയോന് പോസ് ചെയ്യുന്നുണ്ട് ഗൈസ്. അങ്ങനെ നമ്മളൊരു ഫ്രൂട്ട് സലാഡാണോ തോന്നുന്നു, അതും പിന്നെ ഒരു പാസ്തയും കൂടി വാങ്ങി. സാവിക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു വൈറ്റ് സോസ് പാസ്ത കൊടുക്കുന്നത്, പക്ഷെ ആൾക്കത് ഇഷ്ടപ്പെടുന്നു കേട്ടോ. ഇവിടെ രാത്രി പുറത്തിറങ്ങാൻ നല്ല രസമാണ് കേട്ടോ. ഫുൾ അച്ചപ്പാടും ആൾക്കാരും ബഹളമെല്ലായിരിക്കും. എനിക്ക് ആ ഒരു വൈബ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.